وعدني من مريد نهجك الأقوم ومن عبيدك عابدا طائعا أدوم ومن جنودك مقداما إليه يؤم نعم الأمير أميرا محي الدين وعدني നിങ്ങൾ എന്നെ എണ്ണണം, പരിഗണിക്കണം. മുരീദി നഹജിക്ക, അങ്ങയുടെ ഖാദിരിയ ത്വരീഖത്തിൽ പ്രവേശിച്ച മുരീദന്മാർ കൂട്ടത്തിൽ എന്നെ എണ്ണണം. അൽ അഖ്വമി, എങ്ങനത്തെ വഴി? ചൊവ്വായതായ വഴിയാണ് വഴി. ആ വഴിയിൽ പ്രവേശിച്ച ആൾക്കാരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തി എണ്ണണം, പരിഗണിക്കണം. അമിൻ അബീദിക അബ്ദൻ ത്വാഇഅൻ അദ്വാ, നിങ്ങളുടെ അടിമയുടെ കൂട്ടത്തിൽ അനുസരിക്കുന്ന ആളുണ്ടല്ലോ, ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണം. അബ്ദൻ ത്വാഇഅൻ, അനുസരിക്കുന്നതായ ഒരടിമയായി നിങ്ങളുടെ അബ്ദിൽ എന്നെ ഉൾപ്പെടുത്തണം. അദ്വം, കാലാകാലം അങ്ങനെയായിരിക്കണം. ഒമിൻ ജുനൂദിക, അങ്ങയുടെ സേനയുടെ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ എണ്ണണം. മിഖ്ദാമൻ, നല്ല ധീരവാനായി. ഇലൈഹി യുഅം, ആ ജുന്ദിലേക്ക് അല്ലെങ്കിൽ അവനിലേക്ക് എന്താകും? ആ ധീരത കരുതപ്പെടും. അങ്ങനെ ഒരു ധീരത കരുതപ്പെടുന്ന ധീരവാനാക്കി നിങ്ങളുടെ സേന എന്നെ ഉൾപ്പെടുത്തണം. നിഅമൽ അമീറു, അമീർ വളരെ നല്ലത്. അമീറൻ അമീറാൻ, യാ മുഹിയുദ്ദീൻ, മുഹിയുദ്ദീൻ തങ്ങളെ. യാ അല്ല, മുഹിയുദ്ദീൻ, മുഹിയുദ്ദീൻ തങ്ങളെ എന്നാണ്. അപ്പൊ മുരീദന്മാരുടെ കൂട്ടത്തിൽ പെടുത്തണം, യോദ്ധാക്കളുടെ കൂട്ടത്തിലാക്കണം, നിങ്ങളനുസരിക്കുന്ന അടിമയുടെ കൂട്ടത്തിൽ ആക്കണം. അതിനൊക്കെ അധികാരം നിങ്ങൾക്ക് ഉണ്ടല്ലോ എന്നപ്പോഴാ പറഞ്ഞത്. ഇവിടെ ഉദ്ദനി എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം ഇസ്ബിനി വഅ്തബിരിനി, നിങ്ങൾ എന്നെ എണ്ണണം. വഅ്തബിരിനി എന്നെ നിങ്ങൾ പരിഹരിക്കണം. നീ മുരീദി നഹജിക്ക എന്നുള്ളടത്ത് മുരീദി, അതെന്താ? മുഫ്രദൊന്നുമല്ല, ജംഉ മുരീദിൻ, മുരീദിന്റെ ജമ്മാണ് മുരീദീൻ. അപ്പൊ മുരീദീനാന്നുണ്ട്. ഹുദിഫ നൂനുൽ ജംഇ, ജംഇന്റെ നൂൻ അവിടെ കളഞ്ഞു. ഇളാഫത്തിഹി ലിമാ ബഅദഹു, നഹ്ജ് എന്ന് പറയുന്ന ഇസ്മിലേക്ക്, അതാണ് ബാദിലുള്ളത്, ആ ഇസ്മിലേക്ക് മുരീദി എന്ന ഇളാഫത്ത് ചെയ്തപ്പോൾ നൂനെ കളഞ്ഞു. അങ്ങനെയാണ്. പിന്നെ പറയാനുള്ളത് നഹ്ജാണ്. തഖദ്ദമ അന്ന മഅന നഹ്ജി അത്തരീഖുൽ വാളിഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നഹ്ജിന്റെ അർത്ഥം എന്താണെന്ന്? വാളിഹായ വിശാലമായ വഴി ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടത്തേക്ക് ഓർക്കുക, അത് ആവർത്തിക്കുന്നില്ല, ഒരു തെബ്ബീഗ് തരികയാണ്. വൽ മുറാദു ബിഹി അത്തരീഖത്തുൽ ഖാദിരിയ എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ നഹ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ ഖാദിരിയ ത്വരീഖത്താണ്. പിന്നെ പറഞ്ഞത് അൽ അഖ്വമി, അഖ്വം എന്ന് പറഞ്ഞാൽ എന്താ? നഅത്തുൽ നഹ്ജിക, നഹ്ജികക്ക് സിഫത്തായിട്ടാണ്, ചൊവ്വായത് എന്നാണ്, ഏറ്റവും മികവുള്ളതും നേരെയായതും. പിന്നെ ഒമിൻ അബീദിക്ക എന്നുള്ളടത്ത് പറയാണ്ട് കുറച്ച്. ഹാദിഹിൽ ഇളാഫത്തു മിമ്മ ഇത്തറലഹു ബഅദുൻ നാസി, അബീദ് എന്നതിനെ ക എന്ന് പറയുന്ന മുഖാത്തബന്റെ ഇസ്മായ ഷേഖ് തങ്ങളിലേക്കാണ് ചേർത്തത്. അങ്ങനത്തെ ചേർത്തി പറഞ്ഞ ഈ ഇളാഫത്ത് ബഅദുന്നാസ് ഇതിനെ നിരൂപണം നടത്തിയിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നിൽപ്പെട്ടതാണ്. എന്താ ബഅദിന്റെ വാദം? മുദ്ദഇയൻ, ആ ബഅദ് തന്നെ വാദിക്കുകയാണ് അന്നന്നാസ, നാസുകളൊക്കെ ഇബാദുള്ളയാണ്, അള്ളാന്റെ അടിയങ്ങളാണല്ലോ. വതസബ്ബസ ബിമാ ദക്കറഹുൽ ഫഖഹാഉ, ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു പറഞ്ഞ കാര്യം കൊണ്ട് ഇവിടെ വിമർശിക്കുന്നു ബഅദുന്നാസ്. എന്താ ഫുഖഹാക്കൾ പറഞ്ഞത്? മിൻ ഹിർമത്തി തസ്മിയത്തി ബിഅബ്ദിൻ നബി, നബിന്റെ അടിമ എന്ന അർത്ഥം വരുന്ന അബ്ദുൻ നബിയുടെ, ഇങ്ങനെ അബ്ദുൻ നബിയെ കൊണ്ട് പേര് വെക്കൽ ഹറാമാണെന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടില്ലേ? അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബഅദുന്നാസ് ഇവിടെ വിമർശിക്കുന്നത്. ജനങ്ങളൊക്കെ അള്ളാന്റെ അടിമയാണ്, പിന്നെ ഇങ്ങനെ അവൻ അബീദിക്കാന്ന് പറയാൻ നബി പറഞ്ഞുകൊണ്ടിരുന്നത്. വലം യദ്രി അന്ന ബൈന തസ്മിയത്തി വൽ ഇളാഫത്തി ഫർഖൻ, അങ്ങനെ പേര് വെക്കൽ ഹറാമാന്ന് ഫുഖഹാക്കൾ പറയുമ്പോ
ഇവിടെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ഇലാഫത്തും ചെയ്തു. ഇങ്ങനെ ഇലാഫത്തും തസ്മിയത്തും ഇത് രണ്ടിന്റെ ഇടയിൽ എന്ത് ചെയ്തിട്ടില്ല, വ്യത്യാസമുണ്ട് എന്നൊരു കാര്യം വലം യുദ്ര അറിയപ്പെട്ടിട്ടില്ല എന്ന് വെക്കുക. അങ്ങനെ അറിയപ്പെട്ടിട്ടില്ലല്ലോ. വലിദാലിക അതുകൊണ്ടല്ലേ ഹുർരിമത്തക്കന്നി ബി അബിൽ ഖാസിം, അബിൽ ഖാസ് എന്നതുകൊണ്ട് പേര് വെക്കൽ, കുഞ്ഞത്തലമാക്കുക, ഉപനാമിടുക. ആ ഉപനാമം നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ബി ഖിലാഫി ഇലാബത്തി അബിൻ ഇലാ ഖാസിമിൻ, അബിനെ ഖാസിമിലേക്ക് ഇലാബത്ത് ചെയ്തു. അങ്ങനെ ഇലാബത്ത് ചെയ്തുകൊണ്ട് പറയുന്നത് നേരെ എതിരെന്നാണ്. അപ്പൊ ബി അബിൽ ഖാസിമി എന്നുള്ളടത്ത് ഇവിടെ ഇലാബത്തുണ്ട്, അബീൽ ഖാസിം. അപ്പൊ ബി അബി അൽ ഖാസിം അല്ലേ, അതേപോലെ അബിൽ ഖാസിം, അബിൽ ഖാസിം എന്ന ഇലാബത്ത് കുഴപ്പമില്ല. പിന്നെ അബി അൽ ഖാസിം ഇവിടെ യാളുണ്ടല്ലോ പോലെ. അങ്ങനെ ഇലാബത്ത് ചെയ്യാതെ ബി അബി അൽ ഖാസിം എന്ന് പറയുന്നത് എന്താണ്, അങ്ങനെ കുഞ്ഞത്തലമാക്കി പറയാൻ നിഷിദ്ധമാണ്. അബിനെ ഖാസിമിലേക്ക് ഇലാബത്ത് അബിൽ ഖാസിം എനിക്ക് കുഴപ്പമില്ല എന്നാണ്. എന്താണ് പറയാം, അത് ഇവിടെ ഉബൂദിയത്ത് അടിമയായിരിക്കുക എന്നതിന് രണ്ടർത്ഥമുണ്ട്. വാലിനാസിനെ വിമർശിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ മറുപടി കൊടുക്കണ്ടേ. നോക്കുക, ഉബൂദിയത്തിന് രണ്ടർത്ഥമുണ്ട്. അഹദുഹുമ രണ്ടിൽ ഒന്നാമത്തെ അർത്ഥം അൽ ഉബൂദിയത്തുൽ ഹഖീഖിയ്യത്തു യഥാർത്ഥ അടിമത്തം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ബിഹൈസു ലാ യംലികുൽ അബ്ദു ഷൈഅൻ, അടിമ ഒന്നിനെയും ഉടമയാക്കൂല. ആ നിലക്ക് ഹഖീഖത്തുൽ ഉബൂദിയത്ത് ഉണ്ടാവാം. വലാ യസ്തഖില്ലു ബിശൈഇൻ, ഒരു വസ്തു കൊണ്ടും സഞ്ചിക്കാനും പറ്റൂല. ഇല്ലാ ബി ഇദ്നി സയ്യിദിഹി, അവന്റെ യജമാൻ ആരാണോ ആ യജമാന്റെ അനുമതി കിട്ടിയിട്ടേ ഓരെന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെടുക്കാനും പറ്റും. അതില്ലാത്ത കാലത്തോട് ഒരു ഉടമവകാശമില്ല. ആ സ്ഥിതി വിശേഷം കൂട്ടുമ്പോൾ ഹഖീഖത്തുൽ ഉബൂദിയത്ത് അതാണ്. അലാഹാദൽ മായന, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സയ്യിദിന്റെ അനുമതി ഇല്ലാതെ ഒന്നും ഉടമയാക്കൂല, തനിച്ച് നിൽക്കാൻ കഴിയില്ല. ഈ അർത്ഥപ്രകാരം ജമീഉ ഉന്നാസി, എല്ലാ ജനങ്ങളും എന്ന് വെക്കണ്ട, ബൽ വൽ ജിന്നു വൽ മലക്കു കുല്ലുഹും ഇബാദുല്ലാഹ്, എല്ലാവരും അള്ളാന്റെ അടിയങ്ങളാണ്. മനുഷ്യ ഭൂത മലായിക്കത്തുകൾ മുഴുവനും അള്ളാന്റെ അടിയങ്ങൾ തന്നെയാണ്. ലാ യുശാരികുഹു ഫീഹിം അഹദുൻ. അപ്പൊ ഈ പറഞ്ഞ ജിന്ന്, ഇൻസ്, മലക്ക് എന്നിവയുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് ഒരാളും കൂറാവൂല. അവിടെ അള്ള തനിച്ചാണ്, ഇവരൊക്കെ അടിമകളുമാണ്. ഇത് ഹഖീഖിയായ ഉബൂദിയത്താണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ആശയത്തിലേക്കാണ് അൽ ഇഷാറത്തു ചൂണ്ടുന്നത്. ഖൗലിഹി തആല, അള്ളാന്റെ വാക്കുകൊണ്ട് ചൂണ്ടുന്നത്. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, ആകാശഭൂമിയിലുള്ള സകലതും അല്ലാഹു തആലയുടെ അടിമയായിട്ട വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്തായ അർത്ഥം, ഹഖീഖത്തുൽ ഉബൂദിയത്താണ് ഇവിടെ പറഞ്ഞത്. ഒരർത്ഥം അങ്ങനെയുണ്ട് ഉബൂദിയത്തിന്. ഫസാനിഹിമ, ഉബൂദിയത്തിനുള്ള രണ്ടാമത്തെ അർത്ഥം അൽ ഉബൂദിയത്തുൽ ലാഹിറിയ്യത്തു, ലാഹിറിയ ഉബൂദിയത്താണ്, ബാത്തിലല്ല, പ്രത്യക്ഷത്തിലുള്ള അടിമയാണ്. അതെങ്ങനെയാണ്, ബിമാന ഇസ്തിഖാഖി തസറുഫി ഫീഹി, ഒരു വസ്തു ആ വസ്തുവിൽ അവൻ കൈകാര്യം ചെയ്യുക, അങ്ങനെ കൈകാര്യം ചെയ്യാൻ ഉടമയാക്കി എടുക്കുക. അതെങ്ങനെ, ഈ വിൽപ്പന, വൈരി വാങ്ങുക, കൊടുക്കുക പോലത്തെ കാര്യമുണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളെ കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള അവകാശം കിട്ടിയ ആൾ എന്ന അർത്ഥപ്രകാരം പ്രത്യക്ഷത്തിൽ അടിമ, ഹഖീഖത്തിൽ അതില്ല. വഅലൈഹി, ഈ രണ്ടാമത്തെ ഈ അർത്ഥപ്രകാരം ഫിന്നാസി, അപ്പൊ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ, മുല്ലാക്കും മാലിക്കും, രാജാക്കന്മാരുണ്ട്, അടിമകളുണ്ട്. ഈ അർത്ഥപ്രകാരം അങ്ങനെ വരുമ്പോ ഈ രണ്ടാമത്തെ അർത്ഥപ്രകാരം വെച്ചാൽ യജൂസു ഇലാഫത്തു ഇലാ ഗൈരില്ലാഹി, അപ്പൊ പിന്നെ ഈ ഇൻസാനിനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയാൻ പറ്റും. കാരണം ലാഹിറത്തുൽ ഉബൂദിയത്തുൽ ലാഹിറത്താണ്. അതുകൊണ്ട് ഇതിലേക്ക് തെളിവുണ്ട്. ഈ പറയുന്ന ലാഹിരിയായ ഉബൂദിയത്തിലേക്കാണ് അൽ ഇഷാറത്തു ചൂണ്ടല്.
ബിഖൗലിഹി തആല അല്ലാഹുവിന്റെ വാക്കുകൊണ്ട് ലറബലക്കും മസലം മിൻ അൻഫുസിക്കും ഹൽ ലക്കും മിമ്മാ മലക്കത്ത് അയ്മാനുക്കും മിൻ ശുറകാഅ ഫീമാ റസഖനാകും എന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉദാഹരണം അല്ലാഹു തആല ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ നഫ്സിൽ തന്നെ. എന്നിട്ട് പറയുന്നു നിങ്ങളെ കൈകൾ ഉടമയാക്കി വെച്ച ഒന്നിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകി തന്നാൽ ആരെങ്കിലും പങ്കുകാരുണ്ടോ കൂട്ടുകാരുണ്ടോ? പങ്കുകാരും കൂട്ടുകാരൊന്നും ഇല്ലല്ലോ, അള്ളാഹു തആലയിലുള്ള ഉള്ളൂ. പക്ഷെ അത് ബാത്തിലാണ്. ഇവിടെ ലാഹിറിൽ പറഞ്ഞല്ലോ എന്ത്, നിങ്ങളെ കൈകൾ ഉടമയാക്കിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ലാഹിരിയായ ഉബൂദിയത്തിലേക്കല്ലേ ചൂണ്ടുന്നത് ആയത്ത്. അങ്ങനെയാണ്. ഇനി നമുക്ക് ഖൗലിഹി തആല വേറൊരായത്തുണ്ട്. ആ ആയത്ത് കൊണ്ട് ചൂണ്ടുന്നതും ഈ പറയുന്ന ലാഹിരിയായ ഉബൂദിയത്തിലേക്കാണ്. ഏതാണ് ആയത്ത്? മിഖ്ദാമിന്റെ അർത്ഥം കസീറൽ അഖ്ദാമി വൽ ഇജ്തിറാർ, ധൈര്യം, ചെരുപ്പടികാലുകൾ അധികമാവുക. അല്ല, മുന്നിടല്, ചെരുപ്പടല്ല. അപ്പോ അഖ്ദാമിന്റെ കദമിന്റെ മേല് അഖ്ദാം അങ്ങനെയാണ്, ചെരുപ്പടിക്കാലുകൾ. ഇജ്തിറ അല്ലെങ്കിൽ ഇങ്ങനെ ഇഖ്ദാമ് നീക്കാറും മുന്നിടല്. അഖ്ദമ ഇഖ്ദാമ്. അപ്പൊ അഖ്ദാം അല്ല ഇഖ്ദാമ് നീക്കാറും. അപ്പൊ കസീറുൽ ഇഖ്ദാം വൽ ഇജ്തിറാർ, ധൈര്യം കാണിക്കുക, അധികമായി നേരിടുക, മുന്നിടുക. ഇതാണ്. ഇങ്ങനത്തെ ഒരാളായി വരണം. സിഗത്തും മുബാലഗത്തും മിൻ ഖദമ. ഖദമ എന്നതിൽ നിന്നുള്ള മുബാലഗത്ത് സിഗയാണ് ഇഖ്ദാം. അപ്പൊ ഖദമ അല ഖറനിഹി. അപ്പൊ ഖദമ യഖുദുമു എന്നാണ്. ഖദമ യഖുദുമു, ഖദമ യഖുദുമു നസറ യൻസുർ എന്ന് പറയും പോലെ അതിൽ നിന്നുള്ളതാണ് ഈ പറയുന്ന മുബാലഗത്തിന്റെ സിയായിട്ട് വന്നതാണ് ഇഖ്ദാം എന്നർത്ഥം, മുന്നിടുക എന്നതിനർത്ഥം. ഇത് ജിത്തറ അലൈഹി, അവന്റെ മേൽ ധൈര്യം കാണിച്ച് മുന്നിട്ട് വന്നാൽ പറയും ഖദമ എന്ന് പറയും. അതിന്റെ മുബാലഗത്തായി ചെയ്യുക പറയുന്നതാണ് എന്ത്? ഇഖ്ദാം എന്ന് പറഞ്ഞത്. അപ്പൊ അധികമായി മുന്നിടുക, ധൈര്യം കാണിക്കുക എന്നൊക്കെ പറയും. ആകത്തുകയുടെ അർത്ഥം എന്താണ്? ഐ സുജാഅൻ അല്ലെങ്കിൽ ഷജാഅൻ മുജ്തരിഅൻ അൽ അഅദാഇ, ശത്രുക്കൾക്ക് എതിരിൽ പടപൊരുതുന്ന ധൈര്യവാനായ ഒരു ധൈര്യശാലി ആയി നിങ്ങൾ എന്നെ എണ്ണുക എന്നർത്ഥം. ഇലൈഹി എന്ന് പറയാൻ മുതഅല്ലിഖും ബി യുഅം, യുഅം എന്ന് പറയുന്ന ഫീലിലേക്കാണ് ബന്ധം. അപ്പൊ യുഅം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? സിഫത്തുൽ മിഖ്ദാമിനുള്ള സിഫത്താണ്. കാശിഫത്ത് ആരുള്ള എന്താണെന്ന് വെച്ചാൽ വെളിവാക്കി തരുന്ന അർത്ഥം എന്ന് പറയുമ്പോൾ യുഖ്സദു വയുൽതജു ഇലൈഹി ശജാഅതി, അവര് വലിയ യോദ്ധാവ്, നല്ല ധീരവാനാണ്, ധൈര്യശാലിയാണ്. അതുള്ളത് കൊണ്ട് അവനിലേക്ക് അണഞ്ഞുകൂടപ്പെടും, അവന് കരുതപ്പെടും. അങ്ങനെയുള്ള ഒരാളായിട്ട് എന്നെ നിങ്ങൾ എണ്ണണം. നിഅമൽ അമീറു അമീറൻ, അതെന്താ? ഫീഹി, ഇതിലുണ്ട് ജംഉം ബൈന ഫാഇലിൻ നിഅമ വതമീദിഹി. നിഅമ എന്ന് പറഞ്ഞാൽ മദ്ഹിന്റെ ഫീലാണല്ലോ, അതിന്റെ ഫായിലായിട്ട് ഒരു അൽ അമീറു, പിന്നെ അമീറും തെമ്മീസ. അപ്പൊ തെമ്മീസിന്റെയും ഫായിലുകളിൽ നമ്മൾ ഒരുമിച്ച് നിഅമൽ അമീറു അമീർ എന്ന് പറഞ്ഞു. ഓ ഫീഹി, ഇതിലുണ്ട് ഖിലാഫുൻ സായിൻ, വ്യാപകമായ അഭിപ്രായമുണ്ട്. അപ്പൊ മനാഹുൽ ഇമാമു സീബവൈഹി, ആ ഒരു സംഗതിയെ ഇമാം സീബവൈ തങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരും തടഞ്ഞിട്ടുണ്ട്. നിഅമൽ അമീറു അമീറും രണ്ടും ഒരു പദമായി വന്നു. തെമ്മീസും അതന്നെ, ഫായിലും തന്നെ പാടില്ല എന്നാണ്. അപ്പൊ അജാദുൽ മുബറദു വഗൈറു, മുബറദ് ഇമാമും അല്ലാത്തത് പറ്റും. അപ്പൊ ആ അഭിപ്രായ പ്രകാരമാണ് ആദ്യം ഇവിടെ പോയി മനസ്സിലാക്കാം. അപ്പൊ കാലബിൽ ഖുലാസത്തിൽ പറയുന്നുണ്ടല്ലോ, അതിന്റെ മുസ്ലിം എന്താ പറഞ്ഞത്? തെമ്മീസും ഫായിലും രണ്ടും എന്തായി ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഉണ്ട്. ആ ഒരുമിച്ച് കൂട്ടുന്ന വിഷയത്തിൽ ആ നഹ്വിന്റെ കായിക പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ആ നഹ്വിയാക്കളെ തൊട്ട് അഭിപ്രായ ഭിന്നതകൾ വെളിപ്പെട്ടിട്ടുണ്ട്. അത് പ്രചാരമാണ് എന്നർത്ഥം. നമ്മൾ പറഞ്ഞല്ലോ, മുബറദ് ഇമാമും അല്ലാത്തവന് പറ്റും, സീബ ഇമാമും അല്ലാത്തവന് പറ്റൂല എന്ന് പറഞ്ഞു. ഇവ കതബാലികൾ ഉസ്മൂനി, എന്നാൽ അതിന്റെ മേലിൽ ഉസ്മൂനി ഇമാം ഒരു കിതാബ് എഴുതി. അജാദുൽ മുബറദു ഇബ്നു സിറാജ് വൽ ഫാരിസി വന്നാലിമു മുബറദുഹു.
ഇവരെല്ലാവരും എന്തായി അതിന് അനുമതി കൊടുത്തു. അത് സഹിയുമാണ് താനും. കല്ലി ഫുറൂദിൻ നെളവും നസർ, ഗദ്യത്തിലും പദ്യത്തിലും അങ്ങനെ നെളമെന്ന് പറഞ്ഞാൽ ഗദ്യം, നസർ എന്ന് പറഞ്ഞാൽ പദ്യം. അപ്പൊ ഗദ്യം പദ്യം ഇതിലങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ നിലക്ക് അനുമതി ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. മുഹിയദ്ദീൻ എല്ലായിടത്തും മുനാദ ഇസ്മാണ്. നിദാന്റെ അർത്ഥം കളഞ്ഞുവിടെ. അപ്പൊ മുഹിയദ്ദീനായി. പിന്നെ ഒരു മഖ്സൂസും ബിൽ മദ്ഹ് ഏതാ, അത് കളയപ്പെട്ടിരിക്കുക. ഐ ഹുവാന്നുണ്ട്. ആരാണ് ഈ പറഞ്ഞ അമീർ? മുഹിയദ്ദീൻ തങ്ങളാണ് എന്നാണ്. ബസ്ർ ഫുആദി സിറാതൻ അന്ത സാലികുഹു ഫല്ലാഹു അഅതകഹു ഫഅന്ത മാലികുഹു വനജ്ജിഹി മിനല്ലാഹി ഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയദ്ദീൻ. ബശ്ശിർ ഫുആദി എന്നാണ്. ബശ്ശിർ ഫുആദി, എന്റെ ഹൃദയങ്ങൾ അങ്ങറിയണം. അപ്പൊ എന്റെ ഹൃദയങ്ങൾക്ക് കാണിച്ചു തരണം സിറാത്തൻ, ഒരു വഴി. അൻത, താങ്കൾ, സാലിക്കു, അതിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പൊ താങ്കൾ പോയൊരു വഴിയുണ്ട്. ആ വഴി എന്റെ ഹൃദയങ്ങൾ കാണിച്ചു തരണം. അല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു, അതെന്താണോ ആ സിറാത്ത്, അത് അല്ലാഹ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ഉടമസ്ഥനാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്. വനജ്ജിഹി മിൻ ലളാബിക മഹാലികുഹു, ലള എന്നൊരു തീക്കുണ്ടമുണ്ട്. ആ തീ ആളുന്ന തീക്കുണ്ടമാണ്. അതിലാണ് നാശകം മുഴുവനുമുള്ളത്. അതിനെ തൊട്ടെന്തായി ഈ ഹൃദയത്തെ രക്ഷപ്പെടുത്തി തരണേ താങ്കൾ. സുൽത്താന കുല്ലി വലിയൻ, എല്ലാ ഔലിയാക്കളുടെയും ഭരണാധിപന്മാരായവരെ, അഥവാ മുഹിയദ്ദീൻ ശേഖ് തങ്ങളവറുകളേതാണ്. ഈ ബശ്ർ ഫുആദിന്റെ അർത്ഥം എന്തായി? അരിഫുഹു, ആ ഹൃദയത്തെ നിങ്ങൾ അറിയിച്ചു കൊടുക്കണമെന്ന്. യഖാലു, പറയപ്പെടാറുണ്ട്, ബസ്സറഹുൽ അംർ, ഐ അറബഹു ഇയ്യാഹു എന്ന് പറയുമ്പോ അതിനർത്ഥം ബസ്സറഹുൽ അംറ, അദ്ദേഹത്തിന് കാര്യം കാണിച്ചു കൊടുത്തു എന്നാണ്, അറിയിച്ചു കൊടുക്കുന്നത്. വൽ ഫുആദു, ഫുആദി എന്ന് പറഞ്ഞാൽ അൽ ഖൽബ്, ഹൃദയം എന്നാണ്. സിറാത്തൻ, അപ്പൊ ഹൃദയത്തിന് എന്റെ ഹൃദയത്തിന് അറിയിച്ചു തരുന്ന. സിറാത്ത് എന്ന് പറഞ്ഞാൽ ത്വരീഖൻ, വഴി നർത്ഥം. മഖ്ഊലുൻ താലി ബസ്സറ, ബസ്സിർ. ബസ്സിർ എന്ന പേരിൽ രണ്ടാം മഖ്ഊലാണ്. ഒന്നാം മഖ്ഊൽ ഫുആദായി. ബസ്സിർ, നിങ്ങൾ അറിയിച്ചു തരണം. ഫുആദി, എന്റെ ഹൃദയത്തിന്. സിറാത്തൻ, ഒരു വഴിയെ. അൻത സാലിക്കുന്നായി ദാഖിലുഹു, നിങ്ങൾ അതിൽ പ്രവേശിച്ച ആളാണ്. അങ്ങനത്തെ സിറാത്ത്. വൽ ജുംലത്തു അൻത സാലിക്കു എന്ന ഇസ്മിയ ജുംലയാണ്, മുത്തിയ ഖബറാണ്. ആ ജുംല എന്തായിരിക്കും? സിഫത്തു സിറാത്തൻ. സിറാത്തൻ എന്ന് പറഞ്ഞ ഇസ്മിന്റെ സിഫത്താണ്. അപ്പൊ താങ്കൾ പ്രവേശിച്ചതായ നേരത്തെ. ഫല്ലാഹു അഅതാകു എന്നായി വഫഖക ലിസുലൂകിഹി വദഅവത്തിൻ നാസി ഇലൈഹി, അങ്ങേക്ക് ആ വഴിയിൽ പ്രവേശിക്കുവാൻ അല്ലാഹു തൗഫീഖ് ചെയ്തു. അതിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാറും അല്ലാഹു തൗഫീഖ് ചെയ്തു. അങ്ങനത്തെ ഒരു വഴിയാണ്. അൻത മാലിക്കുഹു ഐ മുതവല്ലിഹി വതുസദ്ദിഫു ഫീഹി, അപ്പൊ നിങ്ങൾ ആ വഴി കൈകാര്യം ചെയ്യുന്നു, നിങ്ങൾ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു. അതാണ് ആ വഴിയിൽ. വനജ്ജിഹി എന്ന് പറയുമ്പോൾ അങ്കിദ് ഖൽബി, നിങ്ങൾ എന്റെ ഹൃദയത്തെ രക്ഷപ്പെടുത്തി തരണം. വഫീ നുസ്ഖത്തിൻ, ഒരു കോപ്പിയിലുള്ളത് വനജ്ജിനി എന്നാണ്. വനജ്ജിഹി എന്നല്ല, വനജ്ജിനി എന്ന് കാണും. മിൻ ലള എന്ന് പറയുമ്പോൾ ഐ ഇസ്റാർ, ഇസ്റാർ അമൽ, യസ്തഹിഖു ദുഖൂല ലള, ലളയിൽ പ്രവേശിക്കുക. ആ പ്രവേശിക്കലിനെ ബന്ധപ്പെടുത്തുന്ന കർമ്മങ്ങളുണ്ട്. അത്തരം കർമ്മങ്ങളുടെ നിലനിർത്തിയായി വരും. അങ്ങനെ നിലനിർത്തിയായി വരുന്ന അമലുകളെ തൊട്ടുകയാണ്. വഹിയ ലള എന്ന് പറഞ്ഞാൽ ഇസ്മുല്ലി ജഹന്നമ, ജഹന്നമിന്റെ പേരാണ് ലള. ആദനല്ലാഹു മിൻഹാ, അതിനെ തൊട്ട് അള്ളാഹു നമ്മെ സംരക്ഷിക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. എന്തുകൊണ്ടാണ് ലള വന്നതിൽ? അന്നഹ തതനല്ലാഹു അല അഹ്ലിഹ. ആ ലള എന്ന് പറഞ്ഞാൽ കത്തി ആളുന്നു, തീയാളിയാള് വരികയാണ്. അതുകൊണ്ടാണ് ലള എന്ന് പേരിട്ടത്. ഫീഹാ മഹാലിക്കുഹു, അതിലാണ് എല്ലാ നാശങ്ങളും. ജമ്മു മഹിലക്കത്തിന്റെ ജമ്മാണ് മഹാലിക്. തസ്രീൽ ലാമി, ലാമിന് 3 പറയാം. മഹിലക, മഹിലിക, മഹിലുക. അത് മൗലിൽ ഹലാക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ മഹാലിക് എന്ന് പറഞ്ഞാല്
നാശത്തിന്റെ സ്ഥലങ്ങൾ ആ ലവയിലാണ്. സുൽത്താന കൊല്ലി വലി എന്ന് പറഞ്ഞാൽ മുനാദയാണ് സുൽത്താന. ബി അർഫി അർഫി നിദായി നിദാന്റെ അർഫിനെ കളഞ്ഞു. അപ്പൊ യാ സുൽത്താന എന്നുണ്ടാവാം. അപ്പൊ തസ്മിയത്തുഹു ബിദാലിക സുൽത്താൻ എന്ന് ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾക്ക് പേര് വെച്ച പേര് മൗഖൂദും മിൻ ഖൗലിഹി റളിയല്ലാഹു അൻഹു, മൂപ്പർ തന്നെ സുൽത്താൻ പറഞ്ഞിട്ടുണ്ട്. അതി നിർത്തതാണ്. ഏതാണ് ആ പാട്ട്? അന സുൽത്താനു കുല്ലി ഖുതുബിൻ വശൈഖി അനബാദുൽ ലിസാഇൽ അത്ഖിയായി. ഞാൻ എല്ലാ നേതാക്കന്മാരുടെയും ശൈഖന്മാരുടെയും ഭരണ അധികാരമുള്ള ആളാണ്. ഞാൻ എല്ലാ മറ്റ് തഖ്വയുള്ള ആളുകളിലേക്കൊക്കെ ഞാൻ വലിയ ആളിനെ നേതാവന്യ എന്ന് പറഞ്ഞു. പറന്ന് എത്തുന്ന ആളാന്നർത്ഥം. അൽ ബാസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ലോകത്തൻ ഭാഷാപരമായി ത്വയുറുൻ പിന്നെ ജവാരിഹി അവയവങ്ങളിൽ നിന്ന് പറക്കുക എന്നാണ്. യുസാദു ബി അതുകൊണ്ട് വേട്ടയാടപ്പെടാൻ പറ്റും. ഉൽ മുറാദു എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ വാലിബുൽ മുജിത്തരിയോ അലീഹിം, അവരുടെ മേലിൽ ധീരത കാണിക്കുക, സാധാരണ ധീരത കാണിക്കുന്ന ഒരാളെന്നാണ്. ഇന്ദൽ ഹാജത്തി ആവശ്യമുണ്ടാവും. അപ്പൊ അനവാസുൻ നിസ്സായിൽ അത്തട്ടിയായി മറ്റു തഖ്വയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ധീരവാനാണ്, അവരൊക്കെ നേരിടുന്നവരാണ് അർത്ഥം. മുഹിയുദ്ദീൻ അഥവാ മുഹിയുദ്ദീൻ തങ്ങളെ അത്ത് ബയാനാക്കാം, ആ ബദർ അല്ലെങ്കിൽ ബദലുവാക്കാം. ഇങ്ങനെയാണ് അതിന്റെ അർത്ഥമുള്ളത്. അപ്പൊ ഈ പദ്യത്തിലാണ് സുൽത്താൻ. അതുകൊണ്ടാണ് സുൽത്താന കുല്ലി വലിയും മുഹിയുദ്ദീനി എന്നിവിടെ പറഞ്ഞത് എന്നർത്ഥം. മൂപ്പര് പറഞ്ഞാൽ ആരാ സുൽത്താൻ എന്ന് പറഞ്ഞല്ലോ, അതെടുത്തിട്ട് ഇവിടെ കൊടുത്തത്. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോ ഇവിടെ ഒന്ന് പറയാം, വാദ് ലുഗത്തും ത്വയുറുമിന് ജവാരി യുസാദ് ബിഹി, വേട്ടയാടപ്പെടാൻ പറ്റുന്ന മുറിയാക്കുന്ന ഇനത്തിൽപ്പെട്ടൊരു പക്ഷിതാണ്. വേട്ടയാടാൻ പറ്റുക പക്ഷി, പരുന്ത്, കാക്ക പോലത്തെ പക്ഷിയെ കൊണ്ടൊക്കെ എന്തെങ്കിലും വേട്ടയാടച്ചിട്ടുണ്ട്. അതല്ല മറ്റൊരു അങ്ങനെ വേട്ടയാടപ്പെടാൻ പറ്റുന്ന പക്ഷീന്റെ അർത്ഥം. അപ്പൊ അതിനർത്ഥം എന്താ വരും? മറ്റു തഖ്വയുള്ള ആളുകൾക്കൊക്കെ ധൈര്യവാനായി മുന്നിൽ നിൽക്കുന്ന ആളാണ് ഞാനെന്നർത്ഥം. കാരണം പക്ഷി വേട്ടയ്ക്ക് പോകുമ്പോ പക്ഷിക്ക് നല്ല ധൈര്യം വേണ്ടേ? വേട്ടയാടി കൊണ്ടുവന്ന് ജീവിയെ പിടിക്കാനുള്ള ധൈര്യം ത്രാണിത്വം വേണ്ടേ എന്നതുപോലെ വഅൻകിഹുൽ അയാമ മിൻകും വസ്വാലിഹീന മിൻ ഇബാദിക്കും വഇമാഇക്കും എന്ന് കാണല്ലോ. നിങ്ങൾക്കുള്ളതായ അടിമകള്, അടിമ സ്ത്രീകള്, ഇവിടെ കൂട്ടത്തിൽ സജ്ജനങ്ങളായ മോമിനീങ്ങളെ ആൾക്കാരുണ്ട്, അവരെയും അതുപോലെ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങളെന്ത് വേണം? ഭാര്യയുമില്ല ഭർത്താവുമില്ല, അങ്ങനത്തെ അയ്യാവെന്ന് പറയാം. അപ്പൊ ഭർത്താവില്ലാത്തൊരു പെണ്ണാണ്, അത് സയ്യിബാകാം വിക്രാം എന്താ ആയിക്കോട്ടെ, ഭർത്താവില്ല, അങ്ങനത്തോലൊക്കെ നിങ്ങൾ കല്യാണം കഴിച്ചോളീ എന്ന് പറയുന്നു അല്ലേ. ഇവിടെ ഇബാദിക്കും ഇമായിക്കും കാണാം. ഇലാപത്തി എതിലൂടെ നോക്കുക. ഇബാദ ഇലാ ലമീറിൽ മുഖാത്തബീന. അപ്പൊ ഖുർആൻ അല്ലാഹു തആല എന്താ കാട്ടിയത്? അള്ളാഹുവിലേക്ക് ചേർത്താതെ അള്ളാഹ് എന്ത് പറഞ്ഞു? മുഖാത്തബീങ്ങളായിരിക്കുന്നക്കും എന്ന് പറയുന്ന ആ മുഖാത്തബിന്റെ ലമീറിലേക്ക് ഇബാദ് എന്ന് പറഞ്ഞ് ചേർത്തി പറഞ്ഞു. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഹഖീഖിയ ഇബാദല്ല, ലാഹിയ ഇബാദ് എന്നാണ് അതർത്ഥം. അപ്പൊ തെറ്റില്ലാന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്. അമ്മൽ ഇസ്തിദ്ലാലു ബിഖൗലിഹി തആല. അപ്പം ചോദിക്കാനുള്ളത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് എന്ന് പറഞ്ഞ ആയത്തുണ്ട്. ഈ ആയത്ത് കൊണ്ടും وقوله تعالى قل يا عبادي الذين آمنوا اتقوا ربكم الآيات എന്ന് പറയുന്ന ഈ രണ്ട് ആയത്തെടുക്കുക. ഇതുപോലത്തെ ആയത്തൊക്കെ എടുത്തിട്ട് തെളിവാക്കരുത്. എന്നർത്ഥം എന്താ നബി പറയാ? എന്റെ അടിമകളെ, എങ്ങനത്തെ അടിമകള്? അവര് അവരുടെ നെഫ്സിന്റെ മേൽ അമിതം ചെയ്തു പോയി. അങ്ങനെയുള്ള എന്റെ അടിമകളെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ട് അല്ല പറയണത്. അള്ളാഹു തആലാന്റെ അനുഗ്രഹത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത് എന്നാണ്. രണ്ടാമത് പറഞ്ഞ ആയത്ത് നബിയെ പറയണം, എന്റെ അടിമകളെ, എങ്ങനത്തെ അടിമകളെ? വിശ്വസിച്ചവരായ നിങ്ങൾ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ചോളില്ല. ഈ രണ്ട് ആയത്തിലും ഇബാദീനാണ്, അള്ളാഹുവിലേക്ക് ഇലാമത്ത് ചെയ്തിട്ടാണ് കാണുന്നത്. ഈ ആയത്തെ പിടിച്ച് തെളിവാക്കി പറയണേ. അതെങ്ങനെ പറയാ? അഭ്യായിക്കാല പറയപ്പെടുക എന്ത്?
അമറഹു തആല അല്ലാഹു തആല കൽപ്പിച്ചു നബിയഹു അള്ളാന്റെ പ്രവാചകനോട് ബി ഇളാഫത്തിൽ ഇബാദി ഇലാ നഫ്സിഹി അടിയങ്ങളെ സ്വന്തം നഫ്സിലേക്ക് തന്നെ ചേർത്തി പറയണം. എവിടെ ഹൈസ് അമറ അള്ള കൽപ്പിച്ചിടത്ത് എന്ത് ഐ യഖൂല അള്ള പറയാൻ വേണ്ടി അള്ള കൽപ്പിച്ചു നബി പറയാനേ. അപ്പൊ ആ നബിയോട് അല്ലാഹു തആല കൽപ്പിച്ചു പറയാൻ. എന്താ പറയാൻ കൽപ്പിക്കുന്നത്? യാ ഇബാദി എന്ന് പറയാനാണ് അല്ലാഹു തആല നബിയോട് കൽപ്പിച്ചത്. ആ സ്ഥിതിയിൽ അള്ളാഹുവിന്റെ നഫ്സിലേക്ക് ഇബാദിനെ ഇളാഫത്ത് ചെയ്ത് പറഞ്ഞു. ഇതുകൊണ്ട് ദലീലാക്കല് ദലീൽ അലാ ജവാൽ ദാലിക അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ, സ്വന്തം നഫ്സിലേക്ക് ഇളാഫത്ത് ചെയ്യാൻ പറ്റുമല്ലോ എന്നല്ലേ അറിയിക്കുന്നത്. ഫീഹി അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതിലുണ്ട് കമാ ഖാല ബഅ്ദുഹും ചില ആൾക്കാർ പറഞ്ഞതുപോലെ എന്ത് വഖഫത്തുൻ ലാഹിറത്തുൻ ഒരു പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു വഖഫ് നിർത്തലുണ്ട്. ഫഖുൽ യാ ഇബാദി എന്ന് നിർത്താം. എന്തുകൊണ്ട്? അന്നഹു മുഖാലിഫുൻ ലില്ലാഹി ഖൗലിഹി തആല മാ കാന ലിബശരിൻ അൻ യുതിയഹു അല്ലാഹുൽ കിതാബ വൽ ഹുക്മ വൻ-നുബുവ്വത സുമ്മ യഖൂലു ലിന്നാസി കൂനൂ ഇബാദൻ ലീ മിൻ ദൂനില്ലാഹി വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ വമാ കുൻതും തദ്റുസൂൻ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ആയത്ത് പിടിച്ചിട്ട് ദലീലാക്കി പറ്റുമെന്നാണ്. അങ്ങനെ വരുമ്പോ ഈ ആയത്തിൽ നിൽക്കലുണ്ട്. എന്താ ഇപ്പൊ പറഞ്ഞ ആയത്ത് തമ്മിൽ നോക്കുമ്പോ എന്താ പറഞ്ഞത്? ഈ ആയത്തിന്റെ ലാഹിറിനോട് എതിരാണല്ലപ്പാ പറഞ്ഞത് എന്നാണ്. അവിടെ സ്വന്തം നഫ്സിലേക്ക് ചേർത്തിക്കൊണ്ട് ഇബാദി പറയാന്ന് പറഞ്ഞു. ഈ ആയത്ത് പറഞ്ഞു നോക്കുമ്പോ അങ്ങനെ പറയാൻ പാടില്ല എന്നും പറഞ്ഞു. അപ്പൊ എന്താ കാട്ടുക? നബിയോട് ചേർത്തിക്കൊണ്ട് നബി പറഞ്ഞ എന്റെ അടിയങ്ങളേന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു. നബിയോട് കൽപ്പിച്ചു. അപ്പൊ സ്വന്തം നഫ്സിലേക്ക് ചേർത്തിക്കൊണ്ട് യാ ഇബാദി വിളിച്ചു പറ്റുമെന്നാണല്ലോ. എന്നാൽ വാസ്തവത്തിൽ ശേഷം പറഞ്ഞ ആയത്ത് മിന്ദൂനില്ല പറയാതെ ഇബാദല്ലി പറയരുത് എന്നാണ്. അതല്ലേ പറഞ്ഞത്? ഒരു മനുഷ്യന് യോജിച്ചതല്ല. അങ്ങനത്തെ മനുഷ്യൻ ഐ യൂത്തിയല്ലാഹുൽ കിതാബ ലുക്കുമ്പോ വന്നുപത്ത കിതാബ് അറിവ് പിന്നെ പ്രവാചക പട്ടം ഇതൊക്കെ അല്ലാഹു തആല ഒരാൾ കൊടുക്കും. കൊടുക്കലൊന്നും ഒരു മനുഷ്യന് യോജിച്ചതല്ല. അങ്ങനെ കിട്ടിയ സുമ്മ യഖൂല ലിന്നാസി പിന്നെ ജനങ്ങളോട് കിട്ടിയിട്ട് പറയാം നിങ്ങളെല്ലാവരും എന്റെ അടിമകളായിക്കോളി അള്ളാനെ കൂടാതെയാണ്. വലാകിൻ കൂനൂ റബ്ബാനിയീന ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ. ഇവിടെ ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ വളപ്പട ഇബാദല്ലി എന്ന് പറയരുതെന്ന് പറഞ്ഞത്. മിന്ദൂനില്ല കൂട്ടാതെയാണ്. അപ്പൊ ഇബാദല്ലാഹി എന്നല്ലേ പറയേണ്ടത് എന്നല്ലേ മനസ്സിലാക്കണത്. അപ്പൊ തമ്മിൽ ഇവിടെ എതിരുണ്ടല്ലോ എന്നുള്ളതായി. എന്നാൽ ഫൽ വജ്ഹു ഹംലുൻ ഹാദിഹിൽ ആയാത്തി ഇത്തരം ആയത്തുകൾ എടുത്തുകൊണ്ട് ഗണ്ണിക്കാനൊന്നും ആരും വരണ്ട. ഇതുപോലുള്ള ആയത്തിനെ ചുമത്തല് അൽ ഇൽത്തിഫാത്തി അത് വൈബത്തിൽ നിന്നും തക്കല്ലുമിലേക്കും മുഖാത്തബിലേക്കും ഖിതാബിലേക്കും ഒക്കെ തിരിഞ്ഞു എന്നതിന് ചുമത്തലാണ്. അതെങ്ങനെ യുറാദ ലമീർ മുത്തക്കല്ലിമി മുത്തക്കല്ലിമിന്റെ തന്നെയാണ്. ഇങ്ങനത്തെ മുത്തക്കല്ലിം അല്ലാഹു തആലയാണുള്ളത്. അള്ളയാണ് മുത്തക്കല്ലിം. ആ മുത്തക്കല്ലിമിന്റെ തന്നെയാണ് യാ. ആ യാവിലേക്ക് ചേർത്തു. ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളയാണ്. മുത്തക്കല്ലിമിലേക്കാണെങ്കിൽ അള്ളാനെ ഉദ്ദേശിക്കുന്നത്. ഇൽത്തിഫാത്തുൽ വൈബത്തിൽ നിന്ന് ഇതിനെ തക്കല്ലും ഈ തക്കല്ലുമിലേക്ക് തേടുക. ഇതാണ് ഇൽത്തിഫാത്ത്. ആ ഇൽത്തിഫാത്ത് പറ്റും എന്നല്ലേ. ഇപ്പൊ മുഖത്തുള്ള ലാഹിർ ഇവിടെ ലാഹിർ തേടുന്നത് എന്താ? യുഖാല പറയപ്പെടലാണ് ഖുൽ യാ ഇബാദല്ലാഹി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി തആല എന്നാണ് പറയേണ്ടത്. ലാഹിർ അങ്ങനെയാണ്. ആ ലാഹിർ വിട്ട് വൈബത്തുനിന്ന് വിട്ട് തക്കല്ലുമിലേക്ക് നീ ഈ വാജിദല്ലേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല. അല്ലാഹു അഅലം. എന്തോടുകൂടെ അലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ തടഞ്ഞു. എന്ത്? ഐ യുഖാതിബൽ മുലൂക്ക് രാജാക്കന്മാർ ഖിതാബിട. അങ്ങനെ ഐ യുഖാതബൽ മംലൂക്കു ബിൽ ലഫ്ദിൽ അബ്ദ് ഉടമയാക്കി വെച്ച ഒരാളെ അബ്ദ് എന്ന പദം കൊണ്ട് ഖിതാബിടൽ
പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരിക്കെ തക്കല്ലുമിലേക്കും ഖിതാബിലേക്കും പോയിട്ടുണ്ടല്ലോ. നോക്കാം ഒരു ഹദീസ്. عن أبي هريرة رضي الله تعالى عنه قال മഹാനായിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം. ഖാല അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ യഖൂലന്ന അഹദുക്കും അബ്ദീ വ അമതീ, നിങ്ങൾ ആരും തന്നെ ഒരിക്കലും എന്റെ അടിമ സ്ത്രീ എന്ന് പറയരുത്. കുല്ലുക്കും അബീദുല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാന്റെ അടിമകളാണ്. വകുല്ലു നിസായിക്കും, നിങ്ങൾ എല്ലാ പെണ്ണുങ്ങളും ഇമാഉല്ലാഹ്, അല്ലാഹു തആലാന്റെ അടിമ സ്ത്രീകളാണ്. അപ്പൊ എന്റെ അമത്ത് എന്റെ അബ് എന്ന് പറയാൻ പാടില്ല എന്ന് നീ പറയുന്നു. വലാകിൻ യഖുൽ ഗുലാമി വജാരിയതി വഫതായാ വഫതാതി എന്നൊക്കെ പറയാം. എന്റെ യുവതി, എന്റെ യുവാവ്, എന്റെ ജാരിയത്ത്, എന്റെ ബഡുവൻ എന്നൊക്കെ പറയാം. അബ്ദ് എന്ന് പറയരുത്. വലാ യഖുൽ അബ്ദു, ഇത് രാജാക്കന്മാർ, അതെ സയ്യിദന്മാർ പറയുന്നതാണ്. വലാ യഖുൽ അബ്ദു, അടിമ പറയരുത്. റബ്ബീന്ന്, എന്റെ യജമാനെ കുറിച്ച് റബ്ബി എന്ന് പറയരുത്. വലാകിൻ യഖുൽ സയ്യിദി, അവിടെ പറയുന്നത് സയ്യിദി എന്താണ് പറയേണ്ടത്. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹ് നടത്തിയിട്ടുണ്ട്. എന്നിരിക്കെ സൃഷ്ടികളിലേക്ക് റബ്ബിനെ ചേർത്തി പറയാൻ പറ്റുമല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് പ്രശ്നം. പ്രവാഹു മുസ്ലിം, ഇത് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇപ്പൊ ആകെ തുക എന്തായി? ഒമിൻ അബീദിക്കാന്ന് പറയാൻ പറ്റുമോ എന്നിടത്തപ്പോ വിഷയം കിടക്കുന്നത്. ആയത്തിനോട് നോക്കുമ്പോ രണ്ടും കാണുന്നുണ്ട്. അബിദിന് രണ്ടർത്ഥം വെച്ചു. ഉബൂദിയത്തുൽ ഹഖീഖിയ്യ, ഉബൂദിയത്തുൽ ലാഹിരിയ്യ എന്ന് വെച്ചു. ലാഹിരിയ പ്രകാരം പറ്റും, ഹഖീഖിയ പ്രകാരം പറ്റില്ല. അങ്ങനെ ആയത്തുകൾ തമ്മിലും ഹദീസും തമ്മിലും വൈരുദ്ധ്യം കാണുന്നുണ്ട്. അപ്പൊ അത് പറ്റൂല, അതല്ലേ മനസ്സിലാക്കണമെന്നാ പറഞ്ഞത്. വൈരുദ്ധ്യം വരാൻ പാടില്ലല്ലോ. എന്നാൽ തുമ്മൽ കലാമു ഹാഹുന, എന്നാൽ ഇവിടെയുള്ള ചർച്ച അലൽ ഇസ്തിആറത്തി, അത് വായ്പെടുത്തുന്നതിന് മേലേ ഉള്ളൂ, യഥാർത്ഥത്തിലെ പറയുന്നില്ല. ഐ ഒമിൻ ഖുദ്ദാമിക്കാം മുരീദിക്കാം മുരീദം മുത്തിയ എന്ന പലർത്ഥം. നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ത്വരീഖത്തിൽ പ്രവേശിച്ച ആളുകൾ, അക്കൂട്ടത്തിൽ അനുസരിക്കുന്ന ഒരു മുരീദായി എന്നെ എണ്ണണമെന്നേ പേരർത്ഥമുള്ളൂ. അബ്ദൻ ത്വാഇഅൻ എന്ന് പറഞ്ഞ മുൻകാദൻ മുത്തിഅൻ, അനുസരിക്കുന്ന വഴിപ്പെടുന്ന ഒരു അടിമയായിട്ട്, അഥവാ നമ്മള് ഹഖീഖി അല്ലാത്ത രൂപത്തിൽ പറയുന്ന അർത്ഥം. ഹഖീഖി അബ്ദ് അള്ളാഹ്ക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഖാദിമായി നിങ്ങൾ എന്നെ എണ്ണണം, പരിഗണിക്കണം എന്ന് പറഞ്ഞത്. അദ്വമ എന്ന് പറഞ്ഞാൽ അഫ്അലത്തഫ്ളീലാണ്, ദവാമെന്നുള്ളതാണ്. അത് അഫ്അലത്തഫ്ളീൽ അർത്ഥമൊന്നും ഇപ്പൊ അവിടെ അല്ല. ഐ ദായിമും ബികുല്ലി വഖ്തിൻ, എല്ലാ സമയത്തും എന്നും എന്നർത്ഥം. ഒമിൻ ജുനൂദിക മിഖ്ദാമൻ, മിഖ്ദാമിന്റെ അർത്ഥം എന്താ അറിയോ?